ഇപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആയിട്ടൊരു വ്യക്തിനെ സെക്ഷുവലി ഇപ്പോൾ ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് മറുപടി അറിയാം, എങ്ങനെയായിരിക്കും നിങ്ങൾ റിയാക്ട് ചെയ്യുക? ഐ ഡോണ്ട് അക്സെപ്റ്റ്. ഞാൻ പൊതുവേ സ്ട്രേഞ്ചേഴ്സിനോട് ഇന്ററാക്ട് ചെയ്യാൻ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഐ ഡോണ്ട് ഇന്ററാക്ട് വിത്ത് സ്ട്രേഞ്ചേഴ്സ്. എന്നാലും ഭയങ്കര മോശം അനുഭവങ്ങൾ ഇപ്പോൾ ചെറിയ കുട്ടികൾ വീട്ടിൽ നിന്ന് തന്നെ ഭയങ്കര ഇപ്പോൾ ഗേൾസിൻ്റെ ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തു നിന്നും സെക്ഷുവലി അബ്യൂസ് കുറേ കിട്ടാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് സർവൈവ് ചെയ്യാനായിട്ട് എന്താണ് ഇനി ചെയ്യാൻ പറ്റുക? ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ സിനിമ ഫീൽഡിൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ നടിമാരും ഒക്കെ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഒരു ഗേളിന് സ്ഥിതിക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റുക എന്നുള്ളൊരു ഇതുള്ള എന്താണ്? എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഐ ഡോണ്ട് നോ. എനിക്ക് സെൽഫ് ഡിഫെൻസ് എത്രത്തോളം ഇതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അത് പറയുമ്പോഴും ഐ ഡോണ്ട് തിങ്ക് പെപ്പർ സ്പ്രേ അങ്ങനെയുള്ള ഒരു അല്ല ചെയ്യാം. അങ്ങനെയല്ല, നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ്ലി ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് ഞാൻ പറയാണ്. അല്ലാണ്ട് നമുക്ക് കുറച്ച് ക്ലെവർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് അല്ലെങ്കിൽ സ്കൂളുകളിൽ ഇതിന് സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി മാറുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. ലൈക്ക് നമുക്ക് അവയർനെസ് ക്ലാസ്സസ് എന്തായാലും വേണം, കുറേ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട്. എന്നാലും പാരൻറ്റിങ് കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കണം. ഇപ്പോഴും പാരൻസ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും എനിക്കാണെങ്കിലും പാരൻസിന് ഇപ്പോഴും അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മടി കാണുന്നുണ്ട്. അത് പറഞ്ഞ് അതൊരു നോർമലൈസ് ആവണം. പാരൻറ്റിങ് ആണ് കുറച്ചും കൂടി നല്ല ഇതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്നതിലും നമുക്ക് പാരൻസ് തരുന്ന എഡ്യൂക്കേഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നുന്നത്. അത് തന്നെ ആയിരിക്കും. ഇപ്പം മുംബൈയിലും ബാംഗ്ലൂരൊക്കെ പോകണം, ഇവിടെയും മറ്റേ വേശ്യാലയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ അംഗീകൃത അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി മാറ്റം വരുന്നു തോന്നുന്നുണ്ടോ? ഐ ഡോണ്ട് തിങ്ക്. എനിക്കതിലൊരു ഒപ്പീനിയൻ പറയാനായിട്ട്. ഓക്കെ, താങ്ക് യു.